ഹലോ ഗൈസ്, നമ്മുടെ പാത്തുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെയാ, ഞാൻ കളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ആളുടെ കയ്യിലുള്ള കളിപ്പാട്ടവും ബക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ മണ്ണിലേക്ക് പോവാട്ടോ. മണ്ണ് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞാൽ ആളുടെ കയ്യിലുള്ളൊരു ചക്രമുള്ളൊരു വണ്ടി ഉണ്ട്. ആ വണ്ടി എടുത്തിട്ട് അതിനകത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് അപ്പുണ്ടാക്കാൻ നോക്കി. പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ആൾ ബക്കറ്റിൽ മണ്ണ് നിറയ്ക്കാട്ടാ. അയ്യോ, തട്ടിയൊക്കെ പൊത്തുണ്ട്. ശരിയായില്ല. ആൾക്ക് ഭയങ്കര വിഷമമായിട്ടാ. ഇല്ല ഇല്ല, കേടാക്കില്ല. വയ്ക്ക്. ചിരട്ട പൊക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങണില്ല. ആൾ കുറേ ട്രൈ ചെയ്തൊക്കെ നോക്കി, പക്ഷെ അങ്ങോട്ട് പൊന്തണില്ല. പൊന്തിക്ക്. പിന്നെ ഞാൻ കുറേയൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു അവിടെ നിന്നിട്ട് ഇങ്ങനെ പൊക്കുക അങ്ങനെ പൊക്കുന്നൊക്കെ. അങ്ങനെ ഒരുവിധം സെറ്റൊക്കെ ആക്കി വന്ന് ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് ശരിയായപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞേ, ഒരു പൂവ് എടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ പൂവെടുത്തിട്ട് അപ്പത്തിൻ്റെ മേലെ വെച്ച് നോക്കിയിട്ടേ പൂവ് അങ്ങോട്ട് ഇരിക്കണില്ല. പൂവ് കുറേ അതിൻ്റെ മേളിൽ വെച്ച് നോക്കി, പക്ഷെ അതങ്ങോട്ട് രസമാവണില്ല. അവസാനം അരിയത്തുള്ള വേറെ അപ്പം നശിച്ചു. പിന്നെ ആ പൂവെടുത്ത് തലയിൽ വെച്ച്. ശരിയാവുമെന്ന് വിചാരിച്ച ആൾ വീണ്ടും അപ്പം ഉണ്ടാക്കാട്ടാ. അപ്പം കബത്തും എന്താവോ എന്തോ, നോക്കി നോക്കാം. അയ്യോ, അയ്യോ പൊട്ടിച്ചിട്ടാ. ഞാൻ ഹെൽപ്പ് ചെയ്യാത്തോണ്ട് പൊട്ടിപ്പോയി എന്ന് അവള് പറയണേ. ഈ തലയിലെ പൂവ് കാണാൻ നല്ല ഭംഗിയില്ലേ. അവൾക്കിതൊന്നും എടുക്കണില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് അയ്യോ ചൂട് കൊടുത്ത് ചത്ത്. പിന്നെ അവളുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാഗിലൊക്കെ ആൾ മറ്റേ മണ്ണൊക്കെ നിറച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ നോക്കാട്ടോ. പക്ഷേ അപ്പാവില്ലെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ആളത് കമത്തിയിട്ടിട്ട് നല്ല കഷ്ടപ്പെട്ടു. പക്ഷെ അത് ശരിയാവാത്തതുകൊണ്ട് വീണ്ടും ചിരട്ടയ്ക്ക് എടുത്തു. ശരിയാവാത്ത സ്ഥിതിക്ക് ആൾ ഓരോ സ്ഥലത്ത് ഓടി കളിച്ച്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചിക്കിച്ചകഞ്ഞ് ആകെ അവിടെയൊക്കെ നശിപ്പിച്ചിട്ട്. ഇനി എങ്ങനെ ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് എൻ്റെ ചിന്ത ഫുള്ള്. കളിക്കുന്നിടത്തുനിന്ന് ചോറിനാൻ വിളിച്ചുകൊണ്ട് പോണ രംഗാണ് കണ്ടത്. നല്ല പൂര കരച്ചിലായിരുന്നു. എന്നാലും പിന്നെ ആൾ ഓക്കെ ആയിട്ടാ. പിന്നെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ആളിരുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഒരു മത്സരം നടത്തണ പോലെയൊക്കെ അഭിനയിച്ച് ആര് ഫസ്റ്റ് തിന്ന് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആൾക്ക് പിന്നെ വാശിയൊക്കെ കയറി ആൾ വീണ്ടും നല്ല സ്പീഡിൽ ചോറിനാൻ തുടങ്ങി. വാശിപ്പുറത്തിരുന്നിട്ടാ ചോറിനണേ, എങ്ങനെയെങ്കിലും ഫസ്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞിട്ടേ. ഇത്രയും നാൾ ഭക്ഷണം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപ്പം ചോദിക്കണ ചോദ്യം പാട്ട് വെച്ചോരമ്മേ, അല്ലെങ്കിൽ ഫോണ് എവിടെ എന്നൊക്കെ ചോദിക്കുക. ഇപ്പം എന്തായാലും അങ്ങനത്തെ ഒരു ചോദ്യം ഇവിടെ കേൾക്കാനില്ല. നല്ല ഉരുളൊക്കെ പിടിച്ചിട്ടാണ് ആൾ ചോറുണ്ടോണ്ടിരിക്കണ കേട്ടോ. തമ്പായി ചീത്ത പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ആളിത് ഫുള്ള് ചോറും ഒരു വറ്റ് പോലും കളയേണ്ട ആളിരുന്ന് തിന്നൂട്ടാ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ആശാത്ത് ചോദിക്കുക, ഞാൻ തന്നെ അല്ലേ ജയിച്ചേ, പാത്തു ജയിച്ചില്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആ ജയിച്ചു പാത്തു ജയിച്ചു, ഇനിയും ജയിക്കാനായിട്ടാ, എല്ലാ പ്രാവശ്യവും ഇനി ചോറുണ്ടുമ്പോൾ ഞാൻ ജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പ്രോത്സാഹിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ കൈ കഴുകണമെന്നും പറഞ്ഞിട്ട് 3 കസേരയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മേലിൽ കയറിയിട്ട് കൈ കഴുകുകയാണ്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഹാൻഡ് വാഷ് അവിടെ ഇരിക്കണ്ടായിരുന്നു. അത് വെച്ചിട്ട് മുഖമൊക്കെ കഴുകി കൈയൊക്കെ കഴുകി. അത് ശരിക്കും പറഞ്ഞാൽ ക്ലോസ്ഡാണ്, പക്ഷെ അവളത് അഭിനയിച്ചിട്ടൊക്കെയാണ് മുഖം കഴുകണേ. പിന്നെ സുന്ദരിയാണെന്നൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ലെവലുള്ള കസ്ത്രതാണ് ഈ കാണുന്നത്. കുറച്ച് നേരം ഇങ്ങനെ ഊഞ്ഞാൽ ആട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് കണ്ണ് തന്നെ മാടി മാടി പൊക്കോളും. ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ കിടന്ന് ചിരിക്കുന്നതാ കാണണേ. കുറേ നേരങ്ങൾക്കൊടുവിൽ നമ്മുടെ പാത്ത് ഉറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.